ദൃശ്യം 3യുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വീട്ടിലെത്തിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇത് റിവ്യൂ ചെയ്തുകൂടാ, ചെറിയ റിവ്യൂ ചെയ്തുകൂടാന്ന് വെച്ചു. ഈ റിവ്യൂ ചെയ്തതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഒപ്പീനിയൻ കാണും. സോ അതിന് എടുത്ത് പൊങ്കാല ഇടാൻ വരണ്ട. ചിലപ്പോൾ ഇതെൻ്റെ ഒരു തോന്നലായിരിക്കും. ഇതിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇങ്ങനെയാണ്. ദൃശ്യം എന്ന് പറയുമ്പോൾ ഈ ട്വിസ്റ്റുകളുടെ ഒരു നിറക്കൂട്ടമാണല്ലോ. അപ്പം ട്വിസ്റ്റൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഓരോ ട്വിസ്റ്റ് നമ്മളിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ അത് കൊള്ളാം, ആ ഒരു ട്വിസ്റ്റ് അങ്ങനത്തെ ഒരു സംഭവം. ഓരോ ട്വിസ്റ്റ് കഴിയുമ്പോഴും എനിക്ക് രോമാഞ്ചം ഇങ്ങനെ വരുവരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ട്വിസ്റ്റിൽ വരുന്നതെന്നുള്ളതാണ് ഇവിടുത്തെ വേറൊരു ട്വിസ്റ്റ്. ആൻഡ് ദൃശ്യം മെയിൻ പാർട്ടിലോട്ട് വരുവാണെങ്കിൽ ദൃശ്യം 1, 2 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നും എക്സ്പെക്റ്റേഷൻ ഇല്ലാതായിരിക്കും നമ്മൾ ദൃശ്യം 1ലും 2ലും പോകുന്നത്. കാരണം സ്റ്റോറി എന്തോന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പം ഇവർ ദൃശ്യം 1ലും 2ലും സ്റ്റോറി ആയിരിക്കുമല്ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എന്താണ് കഥ എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഇവർ ഓരോ സീൻ കഴിയുമ്പം എലമെൻറ്റ്സ് ഇങ്ങനെ അടിപൊളിയായിട്ട് ആഡാക്കിക്കൊണ്ടിരിക്കും. കുറേ എലമെൻറ്റ്സ് കാണും. കാരണം തുടക്കമല്ലോ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ടൊക്കെ ഈ സ്റ്റോറിയുടെ ഒരു ഭാഗമായിരിക്കുമല്ലോ. ഈ 3 എന്ന് വെക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും വെച്ച് നോക്കുമ്പോൾ സ്റ്റോറിയും എലമെൻറ്റ്സും ഒക്കെ കുറച്ച് കുറവാണെന്ന് തോന്നി. കുറച്ച് എന്ന് വെച്ചാൽ മൊത്തത്തിൽ കുറവാണെന്നും അല്ല ഞാൻ പറയുന്നത്, കൊള്ളത്തില്ലെന്നും അല്ല ഞാൻ പറയുന്നത്. 1ഉം 2ഉം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ പോയി കാണുന്നത്. അപ്പോൾ നമുക്ക് അടിപൊളി ഓരോ സീൻ കഴിയുമ്പോൾ ഓരോ എലമെൻറ്റ്സ് ഇങ്ങനെ ആഡാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ത്വര കൂടും. പക്ഷേ 3ൽ വരുമ്പോഴത്തേക്ക് ആ സ്റ്റോറിയും കുറച്ച് കുറഞ്ഞു പോയി. എലമെൻറ്റ്സ് ഇങ്ങനെ ഓരോ സീൻ കഴിയുമ്പോൾ എലമെൻറ്റ്സ് ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 1ഉം 2ഉം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എലമെൻറ്റ്സ് കുറച്ച് കുറഞ്ഞ പോലെ ഫീലായി. പക്ഷേ ട്വിസ്റ്റ് അടിപൊളി, സിനിമയൊക്കെ അടിപൊളിയാണ്. ഞാൻ നെഗറ്റീവ് അല്ല പറയണത്, എൻ്റെ ഒരു ഒപ്പീനിയൻ. അങ്ങനെ എനിക്ക് തോന്നി അങ്ങനെ ആണെന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് തോന്നി അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ അത് പറഞ്ഞു, നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ ക്ലൈമാക്സ് അവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല. കാരണം അതെന്താ അങ്ങനെ ചെയ്തേന്നുള്ളൊരു സംഭവം നമ്മുടെ മനസ്സിൽ വരും. എൻ്റെ മനസ്സിൽ വന്നു, കുറച്ചേറെ മനസ്സിലങ്ങനെ വന്നത് ഞാൻ കേട്ടു. അതെന്താ അങ്ങനെ വന്നേന്ന് തോന്നും. കാരണം ദൃശ്യം 4 ഇറക്കുമെന്നുള്ളൊരു റൂമർ ഇങ്ങനെ വരുന്നുണ്ട്. മേ ബി ക്ലൈമാക്സ് ക്ലാരിഫൈ ചെയ്ത് ദൃശ്യം 4ൽ മേ ബി ഇതിൻ്റെ XXX ആയിട്ട് ഇവർ ഇറക്കുമെന്ന് തോന്നുന്നു. അവരുടെ എല്ലാവരുടെയും ആക്ടിങ് സൂപ്പറായിരുന്നു. ഈ ഒരു ഒപ്പീനിയൻ ഇങ്ങനെയാണ്. സിനിമയൊക്കെ അടിപൊളിയാണ്, തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഇത് ഷെയർ ചെയ്തതെന്നുള്ളൂ. എനിക്കിങ്ങനെ തോന്നി, എൻ്റെ ഒരു തോന്നൽ ഞാൻ പറഞ്ഞു. സ്റ്റോറി ആയാലും കുറച്ച് കുറഞ്ഞു പോയ പോലെ തോന്നി. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴാണ് ഇവർ ആ ഇത് വന്നത് സ്റ്റോറിയുടെ. അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഒന്നും പൊട്ടിക്കുന്നില്ല, അത്രേ ഉള്ളൂ. പൊങ്കാല ഇടാൻ വഴിയില്ല ദേവി. കാരണം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമേ നിങ്ങൾ ഷെയർ ചെയ്തുള്ളൂ. അത് എൻ്റെ ഒരു തോന്നലാവാം. ഈ തോന്നിയത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ഷെയർ ചെയ്തേക്കാം. ലാസ്റ്റ് 1/2 മണിക്കൂറിൽ സ്റ്റോറി ചെറുതായിട്ടൊന്ന് മൂവ് ആവാൻ തുടങ്ങി. സോ ടാറ്റാ.